പ്രത്യാശ നിറഞ്ഞു നിൽക്കേണ്ട ഈ സന്ദർഭത്തിൽ ചില വാക്കുകൾ പ്രസ്താവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിവാഹം കഴിച്ചു അങ്ങനെ ഒരു ബന്ധം കൂടി ഈ ഭവനത്തിലുണ്ട്. 70 വർഷക്കാലത്തെ ഈ ലോകത്തിലെ ജീവിതത്തിന് ഒരവസാനം വേണമെന്ന് സൃഷ്ടാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയതിനാൽ കഷ്ടങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും പ്രിയ പിതാവിനെ നിത്യവിശ്രാമത്തിലേക്ക് ദൈവം ചേർത്തു. ഒരു പുരുഷായുസിൽ താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും വെല്ലുവിളികളുടെയും മധ്യത്തിലും ദൈവം പ്രിയ പിതാവിന് കൃപ ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയമായ ഒരു പ്രത്യാശ നമുക്കുള്ളതിനാൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്താണ് ആ പ്രത്യാശ? കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് നമ്മോട് പറഞ്ഞു, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന ആ വലിയ ഒരു സംഭവത്തെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. നമുക്കറിയാം, 2 സംഭവങ്ങൾ മനുഷ്യ ചരിത്രത്തിലുണ്ട്. ഒന്ന് ജനനം, 2 മരണം. ആ നിശ്ചിത അവസ്ഥയിൽ നിന്നും മാറിപ്പോകുവാൻ ആർക്കും അവകാശമില്ല. ഈ ഭാവമായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ പ്രത്യാശയോടെ ആയിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു അനുഭവം അതാണ്. ജനനവും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഈ താൽക്കാലിക ലോകത്തിലെ വാസത്തിന് വേണ്ടി, ലോകം തന്നെ താൽക്കാലികമാണ്. കഴിഞ്ഞ ദിവസം തന്നെ കേരളക്കര മുഴുവൻ പരിഭ്രമിച്ചിരിക്കുകയാണ്. ഒരു തീഗോളം പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ശാസ്ത്രലോകവും സാധാരണ മനുഷ്യരും ആകെക്കൂടി ഒരു പ്രശ്നത്തിലും ഉത്തരം കിട്ടാത്ത ഇന്നും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാറ്റമില്ലാത്ത, ഒരിക്കലും ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്ത ഒരു ദൈവവും സ്വർഗീയമായ ഒരനുഭവവും നമുക്കായി ദൈവം ഒരുക്കുന്നു. ഈ താൽക്കാലിക ഭൂമിയിലേക്കുള്ള തൽക്കാലത്തേക്കുള്ള ഒരു വേഷമാണ് ജനനം. മരണം അതല്ല. എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത, കാലദൈർഘ്യങ്ങൾ ആർക്കും പ്രവചിപ്പാൻ കഴിയാത്ത ശാശ്വതമായ സ്വർഗീയമായ സന്തോഷപൂർണമായ ഒരു അനുഭവത്തിലേക്കുള്ള പ്രവേശനമാണ് മരണത്താൽ ഒരു ഭക്തന് ലഭിക്കുന്നത്. അതാണ് നാം പ്രത്യേകമായി ഭയത്തോടെ കാണേണ്ടത്. അങ്ങനെ പ്രത്യാശയില്ലാതെ പോകുന്നവരെ കുറിച്ചാണ് നഷ്ടബോധത്തോടെ മനുഷ്യൻ കരയുന്നത്. ആ വലിയ സന്തോഷം അനുഭവിപ്പാൻ ഈ ലോകത്തിലെ ക്ലേശങ്ങൾ വിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു ബുദ്ധി ഉപദേശം. അതുകൊണ്ടാണ് ഭക്തനായ മോശ പാടിയത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ഇത് വിട്ടു നാം പോകണം. പ്രതാപങ്ങളും ഏതുവിധ പ്രശംസാ വിഷയങ്ങളുണ്ടെങ്കിലും വിട്ടുപോകണം. പല ഘട്ടങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവസാനിക്കാത്ത ഒരു അധ്യായമാണ്. പക്ഷെ പുതിയ ഒരു അനുഭവത്തിലേക്കുള്ള പ്രവേശനവും കൂടിയാണ്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഈ ദുഃഖ സാഹചര്യത്തിൽ, പ്രത്യാശയും നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാന്യ സദസ്സിനോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ശാശ്വതമായതിനു വേണ്ടി, അത് പ്രാപിക്കുവാൻ വേണ്ടി നാം ഒരുങ്ങുക. ആത്മാവിന്റെ നിത്യത സ്വർഗത്തിനായി ദൈവത്തോടുകൂടെ വസിക്കുമെന്ന് ഉറപ്പും പ്രത്യാശയുമുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഈ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് വരുവാൻ ഈ സംഭവം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനത്തിന്റെ സത്യങ്ങളെ അനുസരിച്ച് ഇതുപോലൊരവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗീയമായ ഇമ്പങ്ങളിലേക്കും സന്തോഷത്തിലേക്കും പ്രവേശിപ്പാൻ ഒരുക്കമുള്ള ഒരു ജീവിതത്തിനായി പ്രതിജ്ഞ ചെയ്യാം. പ്രിയ പാപ്പച്ചായന്റെ കുടുംബ ബന്ധങ്ങളോടും ഈ വിഷയത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും സ്വർഗീയ സമാധാനവും പ്രത്യാശയും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് എന്റെ വാക്കുകളെ ചുരുക്കും. വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പാപ്പച്ചായന്റെ മക്കളനുബന്ധിച്ച്
തീർന്നു. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ദീർഘവർഷത്തെ ബന്ധമാണ് ഞങ്ങളുള്ളത്. എൻ്റെ പെങ്ങളുടെ ജ്യേഷ്ഠനാണ് എൻ്റെ വാക്കുവെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മേരിക്കുട്ടി മാമ, ബിന്ദു കുടുംബം, മറ്റ് സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിജയദാസന്മാർ, പ്രിയ പാപ്പച്ചൻ ചില വർഷങ്ങൾ ഈ ഭൂമിയിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഇതിനു മുമ്പേ മരണപ്പെടേണ്ടതായ അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവം എത്രത്തോളം ആയുസിനെ നീട്ടിക്കൊടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയമായി തീരെ സുഖമില്ലെങ്കിൽ തന്നെ ഓട്ടോ പിടിച്ച് വിടുന്ന ചർച്ചിൽ വരികയും ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുമായിരുന്നു. എന്നാൽ തൻ്റെ ആയുസ് ഇത്രത്തോളം ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രത്തോളം ആയപ്പോൾ വലിയവനായ ദൈവം തൻ്റെ ആയുസിനെ എടുത്തു എന്ന് പറയാൻ സാധിക്കും. ഗൾഫിലായിരിക്കുന്ന ഫാസ്റ്റർ സി എ തോമസ് അവർ ഈ സമയത്ത് തൻ്റെ ദുഃഖം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പനവളി തങ്കച്ചാൻ കുടുംബം ഒക്കെ ഈ സമയത്ത് ദുഃഖത്തിൽ കുടുംബങ്ങളോടൊപ്പം അവരുടെയും ദുഃഖം അറിയിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഭയുടേതായ എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന വാത്സല്യ കുടുംബങ്ങളോട് ചേർന്ന ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു. പാപ്പച്ചായൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകളാണ് എൻ്റെ ഭാര്യ. അതുകൊണ്ട് എൻ്റെ അനിയനാണ് പാപ്പച്ചായൻ. എപ്പോഴും ഞങ്ങൾ ഇടപെടാറില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ക്ലേശങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാനും അന്വേഷിക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. ഈ വേർപാടിൽ പ്രിയപ്പെട്ടവരോട് ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ പങ്കുവെക്കുന്നു. ഞങ്ങൾ പാസ്റ്റർമാർ ആര് പറഞ്ഞാലും പാസ്റ്റർ ജോൺ ഡൈനാൻ പറഞ്ഞുള്ള കാര്യങ്ങളെ പറയാനുള്ള, ഇനി ആര് പറഞ്ഞാലും അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവം തന്ന ആ വലിയ പ്രത്യാശയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രത്യാശ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. യേശുവിനെ ലോകത്തിന് നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്. ക്ലേശങ്ങളുടെ നടുവിലും ദൈവം തനിക്ക് പ്രത്യാശ നൽകി എന്നുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരും, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർത്തും. ആ ഉയർത്തുന്ന വേളയിൽ കർത്താവിൻ്റെ ശരീരത്തോട് തുല്യമായ യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നൊരു പുത്തൻ ശരീരവുമായി നമ്മുടെ പ്രിയ ബാബച്ചാനെ കാണാം. ആ പ്രത്യാശ നമുക്ക് യേശു ക്രിസ്തു നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ദുഃഖം വാത്സല്യ കുടുംബങ്ങളുടെ പങ്കുവെക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. എൻ്റെ പ്രിയ സഹോദരൻ്റെ ദേഹവിയോഗത്തിൽ അതിയായ വേദനയും ദുഃഖവുമുണ്ട്. എങ്കിലും നാം പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കുന്നവരല്ല. എന്നാൽ നമ്മുടെ സങ്കടം പ്രത്യാശ ഉണ്ടതുകൊണ്ടാണ്. കാരണം ഇനി അല്പകാലത്തേക്ക് ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇനി തമ്മിൽ കാണുകയില്ലല്ലോ. ഇനി ഒരു സമയം വരും, ഒരു വലിയ കൂടിച്ചേരൽ, റീയൂണിയൻ. അത് മധ്യാകാശത്തിൽ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ തൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയിട്ട് ആ പുത്തൻ പുലരിയിൽ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിക്കും. എന്നാൽ അതിനു മുമ്പേ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവർ മുൻപേ മധ്യാകാശത്തിലേക്ക് കടന്നു പോകും. ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ഭക്തന്മാരുടെ മരണത്തിൽ യഹോവയ്ക്ക് വലിയ പ്രസാദമാണ്. എന്നാൽ ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല. ദൈവത്തിന് പറയുന്ന കാര്യമാണ്. എസ്കേൽ പ്രവചനത്തിൽ പറയുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും പ്രസാദമുണ്ടോ. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്നു, ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു.
അപ്പോൾ ഒരു വിലയേറിയ അനുഭവത്തിലേക്കാണ് എൻ്റെ സഹോദരൻ കടന്നുപോയിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഞങ്ങളുടെ ബാല്യകാലം ഓർമ്മ വെച്ച കാലം മുതൽ ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു. വലിയ പ്രയാസമാണ്, വലിയ വേദനയാണ്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്ന് കുറഞ്ഞ നേരം ഇരുന്ന് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മനുഷ്യനല്ലേ, ജീവിതത്തിൽ എവിടെയെങ്കിലും പാകപ്പിഴകളൊക്കെ സംഭവിക്കാം, വേദനകൾ വരാം. ഞാൻ ചോദിച്ചു, മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ട്? കാരണം എനിക്കങ്ങനെ ചോദിക്കേണ്ടി വന്നു. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ഒരു ദൈവ പൈതലാണ്. എൻ്റെ ജീവിതത്തിൽ തോൽവികൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ചില വർഷങ്ങൾ വേദനയുടെയും തകർച്ചയുടെയും ദുഃഖത്തിൻ്റെയും വർഷങ്ങളായിരുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുവാനും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും ഒക്കെ എനിക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടി. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടി, ദൈവത്തോട് ഏകാന്തതയിൽ സംസാരിക്കാൻ സമയം കിട്ടി. ഞാൻ ദൈവവുമായി ഒരു നല്ല ലെവലിലാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ യേശുക്രിസ്തുവിനോട് കൂടെ പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കരമെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ നന്ദി ദൈവത്തിന് പറഞ്ഞു. കാരണം ഒരു ജീവിതം ഇത് വേഗം തീരും. നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിക്കുന്നവരൊക്കെ മാറി നിൽക്കും. ഇപ്പോൾ ഞാൻ സഹോദരങ്ങൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ഒക്കെ വേദനയുണ്ട്, കണ്ണീരുണ്ട്. എന്നാൽ ശവക്കുഴിയുടെ അവിടന്മാർ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതിനുശേഷം നമ്മൾ എത്ര ലഭിച്ചാലും എത്ര സങ്കടപ്പെട്ടാലും യാതൊരു പ്രയോജനവുമില്ല. മരിച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തെ വിശുദ്ധനാക്കുവാൻ ഞങ്ങൾ ആരും പ്രാർത്ഥിക്കത്തില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതിൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് ഞാൻ വളരെ ശക്തമായി എൻ്റെ സഹോദരന് പറയുകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചത്. ഞാനൊന്ന് ഓർക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്ന ചില ചിന്തകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് എൻ്റെ സഹോദരനെ വിളിക്കാൻ ഒരു ചെല്ലപ്പേരുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവര് 3 സഹോദരിമാരും വിളിച്ചിരുന്നത് പാച്ചനെന്നാണ്. അവർ പാപ്പച്ചായൻ എന്ന് വിളിക്കാറില്ലായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും എൻ്റെ ചെറുപ്പത്തിൽ അത് കേട്ട് ഞാനും വിളിക്കാൻ ശ്രമിച്ചു. പുള്ളി അന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്തു. നീ എന്നെ പാച്ചാൻ വിളിക്കണ്ട, പാപ്പച്ചാൻ വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു മുട്ടോയും എടുത്തുകൊണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ കിടമനാട്ടേക്ക് വന്നു. ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം മുട്ടയും എടുത്തു. ഞാൻ ചോദിച്ചാൽ ഇന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഇനി എന്നാണ് മോനെ എന്നെ കാണുന്നത്? ഇനി നീ വരുമ്പോൾ എന്നെ കാണത്തില്ല. മനുഷ്യന്റെ ജീവിതം വളരെ താൽക്കാലികം, വേദന നിറഞ്ഞതാണ്. രോഗം, പ്രതിസന്ധികൾ, പ്രശ്നം അധിഷ്ഠിതമാണ്. അതിൻ്റെ ഒക്കെ മധ്യത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ഈ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവഭയത്തിൽ ജീവിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഞങ്ങളെ ദൈവാലയത്തിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തെ നന്നായി പരിചയപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടമായത്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഇനി കാലമധികമില്ല, സമയമധികമില്ല. യേശു കർത്താവ് മധ്യാകാശത്തിൽ രാജാതിരാജാവായി കടന്നു വരും. ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. യേശുവിനെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. അവർ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകും. ആ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ എൻ്റെ പ്രായത്തിൽ ഒരുപാട് മൂത്തതായിരുന്നുവെങ്കിലും പാപ്പച്ചായനുമായിട്ട് ഒരു നല്ല സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ചിരിക്കാനും തമാശ പറയാനും ഒക്കെ പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം എൻ്റെ സഹോദരങ്ങൾക്കുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി നഷ്ടമായല്ലോ. ഇനി വേദനിച്ചാലും രോഗിയായിരുന്നെങ്കിലും
ജീവിച്ചിരുന്നെങ്കിൽ വീണ്ടും സന്തോഷിക്കുവാനും സ്വസ്ഥമായി അല്പസമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ സമയം കിട്ടുമായിരുന്നല്ലോ എന്ന് ഞാൻ ഇവിടെ നിന്നിപ്പോൾ ചിന്തിച്ചു പോയി. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, തകർച്ചയില്ലാത്ത നാട്ടിലേക്ക് എൻ്റെ സഹോദരൻ പോയിരിക്കുന്നു. അവിടെ യേശുവുമായി നല്ല സാന്നിധ്യത്തിൽ, ആരാധനയുടെ സാന്നിധ്യത്തിൽ, ദൈവകൃപയുടെ സാന്നിധ്യത്തിൽ എൻ്റെ സഹോദരൻ ഇന്ന് വേദനയില്ലാത്ത ഒരു ആത്മീക ജീവിതത്തിലേക്ക് പ്രവേശനം ചെയ്തിരിക്കുകയാണ്. എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഉടൽ വേദനയുണ്ടെങ്കിലും പുറമേ നല്ല സന്തോഷമാണ്. പോകേണ്ടിടത്ത് എൻ്റെ സഹോദരൻ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം ഒരു യാത്രയുണ്ട്. ആ യാത്ര ദൈവരാജ്യത്തിലേക്കാകട്ടെ, ദൈവസന്നിധിയിലേക്കാകട്ടെ. ഒന്നും ബാക്കി വെക്കരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനോട് ചോദിച്ചു, ആരോടെങ്കിലും വിരോധമോ വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമോ പിണക്കമോ പകയോ ഉണ്ടെങ്കിൽ അത് വെച്ച് പറഞ്ഞ് ഉപേക്ഷിക്കണം. കാരണം ദൈവരാജ്യത്തിൽ പോകുന്നതിന് തടസ്സം വിരോധം, വൈരാഗ്യം, പക, പിണക്കം, ഇതൊക്കെ ദൈവരാജ്യത്തിൽ പോകുന്നതിന് തടസ്സം. ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ ബാബുജാൻ പറഞ്ഞു, എനിക്കാരോടും പിണക്കമില്ല, എനിക്കാരോടും വ്യക്തിപരമായ വിദ്വേഷമില്ല, എനിക്ക് ആരെയും വെറുക്കേണ്ടതായ കാര്യമുണ്ടായിട്ടില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. വിദ്വേഷം, പക, പിണക്കം ഇതെല്ലാം മനുഷ്യ സഹജമാണെങ്കിലും ഇത് ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഇത് തള്ളിക്കളഞ്ഞേ മതിയാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വസ്തുവിനെ കുറിച്ച് ഭാരമില്ല, വീടിനെ കുറിച്ച് ചിന്തയില്ല, ലോകത്തിന്റെ ധനത്തെക്കുറിച്ച്, സമ്പാദന മാർഗങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. സഹോദരന്റെ നല്ല ഓർമ്മകൾ, ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടെ കടന്നു പോയിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളും ഒരു നല്ല ശുശ്രൂഷ തൻ്റെ ഭൗതിക ശരീരത്തിൽ ലഭിക്കുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു, വളരെ പ്രാർത്ഥിച്ചു. ആ തക്ക സമയത്ത് ഞങ്ങൾ സഹോദരങ്ങൾക്കും കടന്നു വരുവാൻ ദൈവം അവസരമൊരുക്കി. ദൈവത്തിൻ്റെ കൃപകളോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പാസ്റ്റർ ജോസ് ജോൺ അവർ മുൻപോട്ട് വന്ന് നന്ദി വാരുമെന്ന് പറയുക. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ മൂത്ത സഹോദരൻ്റെ മൃതശരീരത്തിന് മുൻപിൽ ഇന്ന് പകൽ ആയിരിക്കുന്നു. തികഞ്ഞ വേദന ഒരു ഭാഗത്തുണ്ടെങ്കിലും കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത നിത്യവിശ്രാമത്തിലേക്ക് ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളെങ്കിലും എപ്പോഴെങ്കിലും താനുമായി ഉണ്ടാക്കിയിട്ടുണ്ട് നിശ്ചയമായിട്ടും. അത് തൻ്റെ ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. കാരണം ആത്മീയമായി പലപ്പോഴും മുന്നോട്ട് പോകേണ്ടതുപോലെ പോകുവാൻ കഴിയാത്ത സന്ദർഭത്തിൽ നിശ്ചയമായും തന്നെ തർജ്ജനം ചെയ്യുവാനും തന്നെ ശാസിക്കാനൊക്കെ ആ നിലയിൽ ഇടയായിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ നിശ്ചയമായും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറിയ നാളുകൾ ശാരീരിക കഷ്ടത്തിലും പ്രയാസത്തിലും ഒക്കെ താനായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ രോഗിയായിട്ട് വന്നപ്പോൾ അച്ഛനെ ശുശ്രൂഷിച്ച ഒത്തിരി വ്യക്തി ജീവിതങ്ങളുണ്ട്. എൻ്റെ രണ്ടാമത്തെ പെങ്ങള് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവള് മരിച്ചു. എന്നാൽ സ്തോത്രം, എൻ്റെ അളിയനും കുടുംബവും എനിക്ക് എത്ര നന്ദി പറഞ്ഞാൽ ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ആ കുടുംബത്തോടാണ്. വാക്കുകൊണ്ട് ആ കുടുംബത്തിന് നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
സ്വന്തം സഹോദരനെ പോലെ പ്രിയ റോസമ്മ, ആ കുടുംബം, സുനിത, ഹാപ്പി ഒക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മാവലിക്കരുന്ന് വരാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ ഞാൻ പെട്ടെന്ന് ഹാപ്പിയെ വിളിക്കും. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയെ വിളിക്കും, അല്ലെങ്കിൽ ബേബിയുടെ വിളിക്കും. സന്തോഷത്തോടെ വന്ന് അവർ ആ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഇന്ന് പകൽ സർവശക്തനായ ആ ദൈവം ആ കുടുംബത്തോട് കരുണ കാണിക്കട്ടെ. ആവശ്യമുള്ള എല്ലാ ദൈവകൃപയും ആ കുടുംബത്തിന് ദൈവം നൽകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബലഹീന ശാരീരിക ബലഹീനതയിലും സ്തോത്രം. എൻ്റെ പെങ്ങളുടെ എനിക്കറിയില്ല, ഞാനിപ്പോൾ പലരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം പെങ്ങളുണ്ടെങ്കിലും അവൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ശുശ്രൂഷ പ്രിയ റോസമ്മ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ആ കുടുംബത്തിന് ദൈവം ഒത്തിരി പ്രതിഫലം നൽകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിൻ്റെ പരിമിതികളുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അയവിറക്കുവാനുണ്ടെങ്കിലും നാട്ടിൽ സഹോദരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. തൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ആദ്യം വിളിക്കുന്നത് തന്നെയാണ്. പലപ്പോഴും ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ വേണ്ടതുപോലെ എപ്പോഴും വരാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ആരോഗ്യമോ എൻ്റെ മറ്റൊരു കാര്യം നോക്കാതെ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരാനും ശുശ്രൂഷിപ്പാനും ദൈവം അവസരം തന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ഒത്തിരി കാര്യങ്ങളായി ഓർക്കുവാനുണ്ടെങ്കിലും സമയം പരിമിതി കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. പാപ്പച്ചാനും കുടുംബവും കിഴക്കോറം സഭയോടുള്ള ബന്ധത്തിലാണല്ലോ. കിഴക്കോറം സഭ ശുശ്രൂഷ പാസ്റ്റർ സി തോമസ് ഇവിടെ ഇല്ല. താൻ വിദേശത്താണെങ്കിലും കർത്താവിന്റെ അസാന്നിധ്യത്തിലും കർത്താവിന്റെ കുടുംബത്തോടുമുള്ള നന്ദി ഇന്ന് പകൽ ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ പാസ്റ്റർ മാത്തുക്കുട്ടി പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന് ഇന്ന് പകൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നു. ഇന്ന് പകലും വളരെ രാവിലെ തന്നെ വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവിന്റെ ദാസന് ദൈവം ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുമുള്ള വിശേഷ നന്ദി ഞാൻ പറയുന്നു. അടൂർ സെന്ററിന്റെ ശുഭത്തിൽ വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസിനായിട്ട് ഞാൻ കാല ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനുമുള്ള വിശേഷ നന്ദി പറയുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. പാപിച്ചാനെ ശുശ്രൂഷിച്ച കൂട്ടത്തിൽ എൻ്റെ ഇളയ അളിയൻ പാസ്റ്റർ KC തങ്കച്ചൻ ഒരു സ്വന്തം ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി കാര്യങ്ങൾ ദിനകൃത്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ പ്രിയാളിയ തങ്കച്ചനും അച്ഛൻ ഒത്തിരി ശുശ്രൂഷിച്ചിട്ടുണ്ട്. വിശേഷാൽ നന്ദി പറയില്ല എങ്കിലും തന്നോടുള്ള വിശേഷ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ നൈനായിട്ടും വിശേഷ സ്തോത്രം ചെയ്തു. തന്നെ ഓർത്ത് വിശേഷ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കിഴക്കോറം സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും, കിഴക്കോറം സഭയിലുള്ള എൻ്റെ രക്തബന്ധങ്ങളാണ് ഏറിയ ഭാഗവും ഇന്ന് പകൽ അവരെല്ലാവരോടും വന്നിട്ടുണ്ട്. സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വിശേഷാൽ എല്ലാവർക്കും ഇന്ന് പകൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. രാഷ്ട്രീയ സാമൂഹിക പുറകളിൽപ്പെട്ട പല പ്രിയപ്പെട്ടവരും ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും വിശേഷാൽ ഞാൻ നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പാസ്റ്റർ അനുരാജ്, സിസ്റ്റർ ജെസി പോള്, സോണിയ ഷിബു, ഈ പ്രിയപ്പെട്ടവർക്കുള്ള വിശേഷ നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ ദൈവം അവരെ ബലപ്പെടുത്തിയതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. പ്രത്യേകാൽ മെക്സിക്കോയിൽ തന്നെ കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടുള്ള വിശേഷ നന്ദി അറിയിക്കുന്നു. മറ്റ് അനവധി ദൈവദാസന്മാർ സമയപരിമിതി കൊണ്ട് ഞാൻ പേരെടുത്ത് പറയാതിരിക്കട്ടെ. കടന്നു വന്ന എല്ലാ അഭിഷക്തന്മാർക്കും വിശേഷാൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന റോക്കര ശാലമേജി സഭയിലുള്ള ദൈവമക്കൾ, ഇന്ന് മുഖ്യമായും എൻ്റെ സഭയിലുള്ള മിക്ക വിശ്വാസി കുടുംബങ്ങളിലൂടെ ഉണ്ട്. അവരെല്ലാവരും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി പറയുന്നു.
ഇന്ന് പകൽ ദൈവം ചെയ്ത സകല നന്മകൾക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എത്രത്തോളം സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി സകല മഹത്വം അർപ്പിക്കട്ടെ. കർത്താവ് ധന്യമായ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ അനിയനും പിന്നെ ഇപ്പോൾ കിടക്കാവൻ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ശിവ തങ്കച്ചനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Nityasau